ഈ പ്രവാസി പെൻഷൻ്റെ അടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് എമൗണ്ട് പെൻഡിങ് ആയിട്ടുണ്ട്, കുടിശ്ശിക ആയിട്ടുണ്ട്, ഇത് ഒരുമിച്ച് അടക്കാതെ കുറച്ച് കുറച്ചായിട്ട് അടക്കാനുള്ള വല്ല വഴിയുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ അടക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 10,000 20,000 അല്ലെങ്കിൽ 30,000 ഒക്കെ പെൻഡിങ് അല്ലെങ്കിൽ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വർഷത്തെ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് കുറച്ച് അടച്ച് തീർക്കാനായിട്ട് പറ്റും. ഒറ്റയടിക്ക് തന്നെ അടക്കണം എന്നില്ല. അപ്പോൾ ഞാനതെങ്ങനെയാണ് കുറച്ച് കുറച്ച് പൈസ അടക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കുറച്ച് കുറച്ചൊക്കെ അടച്ച് തീർക്കാൻ പറ്റുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് മൊബൈലിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും നോക്കിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് അടക്കാൻ പറ്റുന്നത് ആ എമൗണ്ട് അടക്കാം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ആ എമൗണ്ട് കംപ്ലീറ്റ് ഒറ്റത്തവണ തന്നെ അടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന എമൗണ്ട് എത്ര വെച്ചാൽ ആ എമൗണ്ട് അടച്ചിട്ട് നമുക്കത് പോയാൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് അടക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ സിസ്റ്റത്തിലാണ് ഇവിടെ ക്വിക്ക് പേയ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ മെമ്പർഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ക്യാപ്ച എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ക്യാപ്ച എന്താണെന്നുള്ളത്. ഈ ഒരു സംഭവമാണ് ക്യാപ്ച. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഒരു വലിയ അക്ഷരം ടി ഉണ്ട്, അതുപോലെ 7 എന്നുള്ള അക്കമുണ്ട്, പിന്നെ വലിയ അക്ഷരം ജി ഉണ്ട്, പിന്നെ ചെറിയ അക്ഷരം ജെ ഉണ്ട്, പിന്നെ വലിയ അക്ഷരം ജെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ എന്താണോ കാണിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താലാണ് ഇത് ഓപ്പണായി വരുള്ളൂ. ഓക്കെ, പല ആളുകളും പറയുന്നുണ്ട് ഇതിങ്ങനെ അടിക്കുമ്പോൾ ക്യാപ്ച മാറി വരികയാണ്, പക്ഷേ ഇതിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഈ ക്യാപ്ച കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് കാണിക്കുന്ന ക്യാപ്ചയിൽ ചിലപ്പം ഐ വരും, അപ്പോൾ എല്ല് വരും, അതുപോലെ 0 വരും, O വരും. അപ്പോൾ അതൊക്കെ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റീഫ്രഷ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് ഈ ഒരു ക്യാപ്ച മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായിട്ടുള്ള ആ ഒരു ക്യാപ്ച ഏതാണോ ആ ഒരു ക്യാപ്ച നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു അടിപൊളി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ക്യാപ്ച വന്നിട്ടുണ്ട്. ജി നമ്പർ 5 നമ്പർ 7 വീണ്ടും 5 പിന്നെ വന്നത് N ആണ്. അപ്പോൾ അത് അടിച്ചു കൊടുത്തു. ഇത്രയും ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ ഷോ എന്നുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഈ ഒരാളെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇവിടെ 5 വർഷത്തേക്ക് അടക്കാനുള്ള എമൗണ്ട് 21,000 ആണ്. അതിവിടെ കാണിക്കുന്നുണ്ട്. അതായത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് അപ് ടു ദ പെൻഷൻ എന്നാണ്. നമ്മൾ പെൻഷൻ പ്രായം എത്തുന്നവരെ അടക്കാനുള്ള എമൗണ്ട് 21,000 ആണ്. അപ്പോൾ ഈ ഒരാൾ 55 വയസ്സിന് ശേഷം മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് 21,000 രൂപ. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യണ ദിവസം വരെ അടക്കാനുള്ള എമൗണ്ട് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ടു ബി പെയ്ഡ് അപ് ടു കറണ്ട് ഡേറ്റ്. ഞാൻ ഒരുപാട് പ്രാവശ്യത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസായി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാണ്. ചില ആൾക്കാരുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അടക്കാനുള്ള പൈസയാണ് 9,450. അപ്പോൾ നിലവിൽ പെൻഡിങ് എമൗണ്ട് 450 ആണ്. ഈ 450 എമൗണ്ട് ഈ പുള്ളി ഈ ഒരു കാർഡ് എടുത്തിട്ട് ഇതേവരെ പൈസ അടച്ചിട്ടില്ല, 0 ആണ് കാണിക്കുന്നത്. ടോട്ടൽ അടച്ച പൈസ 0 ആണ്. അപ്പോൾ ഈ ഒരു 9,450 പിഴ കൂടി വന്നിട്ടുണ്ട് ഇവിടെ 1,654 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ 11,104 രൂപയാണ് ടോട്ടലായിട്ട് അടക്കാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ 3 ഓപ്ഷനാണുള്ളത്. നമുക്ക് സബ്സ്ക്രിപ്ഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ല നമ്മൾ പെനാൽറ്റി മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷനായ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കള്ളിയിൽ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് മാറ്റാനായിട്ട് കഴിയില്ല. ഓക്കെ, എമൗണ്ട് മാറ്റാൻ കഴിയില്ല. നമ്മൾ ആ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതേ അടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ അടക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമുക്ക് ഈ പെനാൽറ്റി സെലക്ട് ചെയ്യാം. പെനാൽറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി ഇവിടെ വരും. പെനാൽറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. ആ പെനാൽറ്റി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പെനാൽറ്റി നമ്മൾ അടച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെനാൽറ്റി ഇല്ല, പിന്നെ നിലവിലുള്ള എമൗണ്ട് ആണുള്ളത്. അപ്പോൾ വീണ്ടും നമ്മളടുത്ത് ക്യാഷ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഇതേപോലെ ലോഗിൻ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി പെനാൽറ്റി അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെനാൽറ്റി 0 ആയിരിക്കും. ഇവിടെ പെനാൽറ്റി അടക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും, പെൻഡിങ് പെനാൽറ്റി എന്ന് വരും. പിന്നെ പെനാൽറ്റി അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അവിടെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പെനാൽറ്റി ഒന്നും അടക്കാത്തതുകൊണ്ട് ടോട്ടൽ എമൗണ്ടിനെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പെനാൽറ്റി അടച്ചു കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് പെനാൽറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രിപ്ഷൻ മാത്രം സെലക്ട് ചെയ്തിട്ട് നേരെ താഴെ വരിക. അപ്പോൾ നിങ്ങൾക്ക് വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് 9,450 ഉള്ളൂ. വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് നമുക്കൊരു 2,500 വേണമെങ്കിൽ 2,500 അടിച്ചു കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം. അല്ല നമുക്കൊരു 5,000 വേണമെങ്കിൽ 5,000 അടിച്ചു കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അത് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. പല ആൾക്കാർക്കും ഇത് സംശയമുണ്ട്, ഇതൊക്കെ ഒരുമിച്ച് അടക്കണം, അതുകൊണ്ട് ഇനി എനിക്ക് ഈ ഒരു സംഭവം ഒഴിവാക്കണം എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. ഒരുമിച്ച് അടക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ നിങ്ങൾക്ക് കുറേശ്ശെ എമൗണ്ട് അടച്ചിട്ട് അത് കുടിശ്ശിക തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ വലിയ എമൗണ്ടൊക്കെ കുടിശ്ശിക ആയിട്ടുള്ള ആളുകൾ ഇത് കുറേശ്ശെ അടച്ച് തീർക്കുന്നത്. ഓക്കെ,
പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് എടുത്തതായിരിക്കും, പിന്നീട് നമ്മളതിലേക്ക് ശ്രദ്ധിക്കാതെ പോയി നമുക്കൊരുവിധം വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പലരും പറയുന്ന സമയത്തൊക്കെ ആയിരിക്കും ഞാനൊന്നങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കുക. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് നമുക്ക് വരും. അപ്പം എൻ്റെ അടുത്ത് പലരും ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് നമുക്കത് ഒഴിവാക്കിയിട്ട് പുതിയത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ ഒരു പ്രവാസി ക്ഷേമനിധി പെൻഷൻ നമുക്ക് ഒറ്റത്തവണ മാത്രമേ അംഗത്തെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് അടച്ചിട്ട് നമുക്കതിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. പിന്നീട് നമുക്ക് അത് ഒഴിവാക്കിയിട്ട് പുതിയ ഒരെണ്ണം തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ നിങ്ങൾ അംഗത്വം എടുത്ത ആളുകളാണെങ്കിൽ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എമൗണ്ട് അടക്കാനുള്ളത് നിങ്ങൾക്ക് ഒരുമിച്ച് അടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെ അടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.